പ്രതിപക്ഷ നേതാവിന്റെ ഓരോ വാക്കുകളും ഗൗരവത്തോടു കൂടിയാണ് താനും തന്റെ പാർട്ടിയും അത് ശ്രവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എന്തുമാത്രം പ്രതിപക്ഷ നേതാവിന് റോളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനി വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും ഒരു പോരാട്ടത്തിന് തന്നെ തയ്യാറായി നിൽക്കുന്ന ഗർജിക്കുന്ന സിംഹമായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്താനും പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കുനിഞ്ഞു കുമ്പിടാനും നിൽക്കുന്ന ഓം ബിർളയെ കണക്കിന് ശാസിച്ച പ്രതിപക്ഷ നേതാവിനെ BJP നേതാക്കൾക്ക് പഴയ രീതിയിൽ പെട്ടെന്നൊന്നും വാക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവെന്നാൽ ഏറ്റവും ശൗര്യക്കാരനായ ഒരു നേതാവായിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരു ട്രാൻസ്ഫോർമേഷൻ അതാണ് രാഹുൽ ഗാന്ധിയിൽ സംഭവിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ 234 MPമാരും കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ മാത്രം പ്രതിയായിട്ടല്ല, തൃണമൂൽ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും അതുപോലെ തന്നെ DMKയുടെയും ഒക്കെ നേതാവായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ മാത്രമേ BJPക്ക് പറയാൻ കഴിയൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് ആര് പറഞ്ഞു? 272 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. ദ്രൗപദി മുർമു എന്ന രാഷ്ട്രപതിയെ കൊണ്ട് തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ പരത്തുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടത്രേ. രാഷ്ട്രപതി ക്ഷണിച്ചത് ഏറ്റവും വലിയ പാർട്ടിയെ തന്നെയാണ്, ഏറ്റവും വലിയ ഒറ്റകക്ഷി നിങ്ങൾ തന്നെയാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം നിങ്ങൾക്ക് ജനങ്ങൾ നൽകിയിട്ടില്ല, നൽകാനും ഉദ്ദേശിച്ചിരുന്നില്ല. നിങ്ങളുടെ വർഗീയ ധ്രുവീകരണത്തിനും കൃത്യമായിട്ടുള്ള അജണ്ടയ്ക്കും കിട്ടിയിരിക്കുന്ന മറുപടിയാണിത്. അയോധ്യയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള നേതാവിനെ കൈ ഉയർത്തി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി അദ്ദേഹത്തിനെ പാർലമെന്റിൽ കൃത്യമായി കാണിച്ചുകൊണ്ട് ദേ ഈ മനുഷ്യരാണ് അയോധ്യയുടെ പ്രതിനിധി, നിങ്ങളുടെ എല്ലാ വർഗീയതയും കാറ്റിൽ പറത്തി കളഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾ കേട്ട് നരേന്ദ്രമോദിക്ക് തല താഴ്ത്താനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് ഇത്തവണ അവർക്കുണ്ടായിരിക്കുന്നു. അതെല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ എടുത്തു വെച്ച് പ്രദർശനം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയെ കണക്കിനങ്ങ് ശാസിക്കാമെന്ന് ഓം ബിർള കരുതിയെങ്കിൽ അതും വെള്ളത്തിൽ വരച്ച വരയായി മാറി. ഓം ബിർളയുടെ മുഖത്ത് നോക്കി കർക്കശത്തോടെ ശൗര്യത്തോടെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ലോക്സഭയ്ക്ക് കാണാനിടയായത്. നിങ്ങൾ നരേന്ദ്രമോദിക്ക് ഹസ്തദാനം നൽകുമ്പോൾ എന്തുകൊണ്ട് കുമ്പിടുന്നു എന്ന ചോദ്യം അത് ഓം ബിർളയെ വല്ലാതെ അന്താളിപ്പിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ മികവ് എന്തുമാത്രമാണ് എന്നുള്ളത് രാജ്യം ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന വാക്കാണ് ഇവിടെ കൃത്യം പറയേണ്ടത്.